ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബട്ടർ ചിക്കനാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 500 ഗ്രാം ചിക്കൻ ബ്രസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഇതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയുന്നതാണ് എപ്പോഴും നല്ലത്. നമുക്കിവിടെ ചിക്കൻ എടുക്കുമ്പോൾ വിത്ത് ബോണായാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നമുക്കാദ്യം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ കൂട്ടി ചിക്കനും കൂടി ഇട്ട് നമുക്കൊന്ന് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കാം. അതിനുശേഷം ഒരു 15 to 20 മിനിറ്റ്സ് നമുക്കിത് മാറ്റി വെക്കാം. ആ നേരം കൊണ്ട് അതിൽ ഉപ്പും മുളകൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പാൻ തീ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ആ സെയിം എമൗണ്ട് തന്നെ കുറച്ച് ഓയിലും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ നമ്മളിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായി എല്ലാം നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് നമ്മൾ ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് തീ താത്തി വെച്ച് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം, അടി പിടിക്കാതെ. ഇപ്പോൾ ഇത് പാകത്തിന് ആയിട്ടുണ്ട്. നമ്മളിവിടെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതിനുശേഷം അതേ പാത്രത്തിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കാം. ഇപ്പോൾ ഇവിടെ ബട്ടറൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് 2 മീഡിയം സൈസ് സവോള അരിഞ്ഞതും, ഒരു 3-4 ഏലക്ക, 3-4 ഗ്രാമ്പു ഇതും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റാം. അതിനുശേഷം അതിലേക്ക് 4 മീഡിയം സൈസ് പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കുക. നല്ല പഴുത്ത തക്കാളി തന്നെ യൂസ് ചെയ്യണം. ഇനി ഒരു പിടി കശുവണ്ടിയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റാം. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മാൾട്ട് വിനെഗർ, 2 ടീസ്പൂൺ ഷുഗർ, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് തീ താഴ്ത്തി വെച്ച് ഒരു 15-20 മിനിറ്റ് നേരം നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ തക്കാളിയും എല്ലാം നന്നായിട്ട് മെൽറ്റ് ആകുന്നോടം വരെ വഴറ്റണം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് വഴണ്ട് നല്ലപോലെ തക്കാളി എല്ലാം നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ചൂടാറുന്നോടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചൂടൊക്കെ ആറി നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്ത് ഇതുപോലെ ഒരു അരിപ്പ് വെച്ച് ഒന്ന് അരിച്ചെടുക്കണം. ഒട്ടും വേസ്റ്റായി പോകാതെ നന്നായിട്ട് ഒരു തവി വെച്ച് ഇതുപോലെ ഇളക്കി നന്നായിട്ട് അരിച്ചെടുക്കുക. ഇതിപ്പോൾ ഇതിനകത്ത് വളരെ കുറച്ച് മാത്രം വേസ്റ്റേ വന്നിട്ടുള്ളൂ. ഇത് തക്കാളിയുടെ തൊലിയും അരയാതെ കിടക്കുന്നത് കാഷ്യൂ നട്ടും അങ്ങനെയുള്ളതൊക്കെയാണ്. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് ഈ മസാല ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ക്രീം, നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ, 1 ടേബിൾ സ്പൂൺ ബട്ടർ, ഒരു നുള്ളു കസൂരി മേത്തി, ഇത്രയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പം കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 5-6 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിക്കാം. തീ താഴ്ത്തി വെച്ച് വേണം തിളപ്പിക്കാനായിട്ട്. ഇപ്പോൾ ഇത് 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ
ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ഡിഷിലിട്ട് മാറ്റാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ക്രീമും കുറച്ച് കസൂരി മേത്തിയും കൂടി ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.